വിശദമായി നോക്കാം. പ്രചാരണാവേശം വോട്ടായില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 73.25% പോളിംഗിന് ശേഷമുള്ള പ്രാഥമിക കണക്ക് കൂട്ടലിലാണ് മുന്നണികൾ. 3 പ്രധാന സ്ഥാനാർത്ഥികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വിജയമുറപ്പിച്ചാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം വന്നത്. സ്വരാജും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 30,000 ഭൂരിപക്ഷം നേടുമെന്ന വമ്പൻ അവകാശവാദമാണ് PV അൻവർ ഉയർത്തുന്നത്. UDF തകർക്കും. ആര്യാടൻ ഷൗക്കത്ത് MLA മാറുക. അതിനേക്കാളും വലുത് ഞാൻ MLA ആവുക അല്ലേ എന്നുള്ളതിനേക്കാളും വലുത് UDF തിരിച്ചു പിടിക്കുകയാണ്. നിലമ്പൂർ UDF തിരിച്ചു പിടിച്ചു. ആര്യാടൻ്റെ മണ്ഡലം തിരിച്ചു പിടിക്കും. നിലമ്പൂർ UDF തിരിച്ചു പിടിച്ചു. ഇനി എണ്ണി എത്രയാണെന്നുള്ളത് തീരുമാനിച്ചാൽ മാത്രം മതി. എത്ര ഭൂരിപക്ഷം ഒന്ന് പ്രവചിക്കാമോ? ഇനി ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷം. മണ്ഡലത്തിലെ പൊതുവായ സ്ഥിതി എന്താണെന്ന് അറിയില്ലല്ലോ. ഓരോ ബൂത്തുകളിൽ ചെല്ലുമ്പോൾ അവിടെ അപ്പോൾ ഉള്ള പോളിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് നമുക്കറിയുക. ഇപ്പോൾ ഞാൻ ചെന്ന ബൂത്തുകളിൽ ചിലതിലൊക്കെ 75 അടുക്കുന്നുണ്ട്. അല്ല 100% വോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ആത്മവിശ്വാസം എന്താ? ഈ പാവപ്പെട്ട മനുഷ്യന്മാർ നിൽക്കുമ്പോൾ നമ്മളെന്തിനാ ആത്മവിശ്വാസക്കുറവ്? ഈ ജനങ്ങളാണ് എന്നും എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നും അല്ലാത്ത PV അൻവർ അന്നും ആളുണ്ടായിട്ടില്ല. 2014 നിലമ്പൂരിൽ കൂടെ ജീപ്പിൻ്റെ മൊത്തം കയറി 14 ദിവസം അന്ന് പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നത്. ഈ ഒരു ജീപ്പിൻ്റെ മുകളിൽ കയറി ഇതിലെങ്ങനെ നിലമ്പൂരിലൂടെ പോയി ഒറ്റ റൗണ്ട് അടിച്ചത്. അതിന് 9,000 8,900 വോട്ട് കിട്ടി. അപ്പം അതൊക്കെ ജനങ്ങളല്ലേ. 70% മുകളിൽ പോളിംഗ് ഉണ്ട്. എത്ര വോട്ട് പ്രതീക്ഷ? 75,000 മുകളിൽ കിട്ടുന്നതന്നെയാണ് പ്രതീക്ഷ. 75,000 കുറേത്തെ വോട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഭൂരിപക്ഷത്തെക്കുറിച്ച് എങ്ങനെയാണ്? ഭൂരിപക്ഷം ഈ പറഞ്ഞില്ലേ 10,000-30,000 വോട്ടുണ്ടാവും. രാഷ്ട്രീയ പോരാട്ടത്തെ അതിജീവിക്കാൻ വർഗീയ കക്ഷികളുമായി UDF സന്ധി ചേർന്നെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. നിലമ്പൂരിൽ LDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ UDFന്റെ ഒരു പതിവ് ചേരുവയുണ്ട്. രാഷ്ട്രീയ തിരിച്ചടികളെ അതിജീവിക്കാൻ, രാഷ്ട്രീയ പോരായ്മകളെ അതിജീവിക്കാൻ എല്ലാ വർഗീയതയുമായി സ്ഥിരമായി സന്ധി ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ UDF എക്കാലവും സ്വീകരിച്ചു പോകുന്ന ഒരു നിലപാടാണ്. പുതിയ വർഗീയ ശക്തികളെയും വർഗീയ ചേരിയെയും തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന നിഗൂഢ പദ്ധതികളാണ് UDFന്റെ. ഭൂരിപക്ഷം 15,000 കുറയില്ലെന്ന് AP അനിൽകുമാർ പ്രതികരിച്ചു. LDF സർക്കാരിനെതിരായ ട്രെൻഡ് മണ്ഡലത്തിലുണ്ടെന്നും അനിൽകുമാർ പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഇവിടെ ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട്. അത് UDF പ്രവർത്തകർക്ക് മാത്രമല്ല LDFനകത്തുള്ളവർക്കും അതുണ്ട്. അവരുടെ ഒരു പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, 15,000 താഴില്ല എന്നിടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിന് മുകളിലേക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ കണക്കെടുക്കേണ്ടതുള്ളത്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ VV പ്രകാശിന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തി. എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തിയത്. UDF ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഷൗക്കത്ത് വോട്ട് ചോദിക്കാൻ എത്താത്തതിൽ പരാതിയില്ലെന്നും മകൾ നന്ദന പ്രകാശ് പ്രതികരിച്ചു. തീർച്ചയായും UDF ജയിക്കണമെന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. മരണം വരെ കോൺഗ്രസ്സുകാരിയായിരിക്കും എന്നാണ് നേരത്തെ പ്രതികരിച്ചിരുന്നത്. പരാതിയില്ലാത്ത കാര്യമാണത്. അതേസമയം VV പ്രകാശിന്റെ വീട്ടിൽ പോകുമോ എന്ന ചോദ്യത്തോട് ആര്യാടൻ ഷൗക്കത്ത് ഒഴിഞ്ഞുമാറി. ആര് വിചാരിച്ചാലും UDFൽ വിള്ളൽ വീഴ്ത്താൻ കഴിയില്ല എന്ന് മാത്രമായിരുന്നു പ്രതികരണം. ഞാൻ ഇതിലൊരു കാര്യം പറഞ്ഞത്, എന്ത് ശ്രമിച്ചാലും UDFന്റെ വോട്ടിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല എന്നല്ല.